ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റഡി ഇൻ പോളണ്ട് ആണ്. നമുക്കറിയാം, നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, എബ്രോഡ് സ്റ്റഡീസ് വർഷങ്ങളായിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്ന, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, PGക്ക് പോകാനിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എബ്രോഡ് സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന കുട്ടികളും പേരൻസും കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് പോളണ്ട്. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും സ്റ്റഡീസ് നമ്മൾ പോളണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം പോളണ്ടിൽ നമുക്കൊരു നമ്മുടെ കോഴ്സ് ഫീയും നമ്മുടെ ലിവിങ് കോസ്റ്റും എല്ലാം കൂടെ ഒരു 12 to 12.5 lakhs ആവുന്നുള്ളൂ. അതേസമയം നമുക്ക് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ കോഴ്സ് ഫീ തന്നെ ഏതാണ്ട് അത്രയും എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ലിവിങ് കോസ്റ്റും കൂടെ ആകുമ്പോഴും, അപ്പോൾ അതുകൊണ്ടാണ് അധികം കുട്ടികളും അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷനുള്ള കൺട്രി തന്നെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളിപ്പം PG പ്രോഗ്രാംസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഒരു 55% എബവ് വേണം. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പോളണ്ടിൽ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ UG പ്രോഗ്രാംസ് ആണെങ്കിൽ +2 ഒരു 50 to 55% മതിയാവും. പോളണ്ടിലെ സ്റ്റഡീസിന് 2 ഇൻടേക്സ് ആണുള്ളത്, ഒന്ന് മാർച്ചിലും ഒന്ന് സെപ്റ്റംബറിലും. ഇപ്പോൾ സെപ്റ്റംബറിലെ ഇൻടേക്ക് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങളൊരു ജൂൺ മാസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമുക്ക് എൻട്രൻസ് എക്സാമിൻ്റെ സമയമാണെങ്കിലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് കോളേജാണ്, ഏത് കോഴ്സാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴേ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, IT, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഈ കോഴ്സസ് എല്ലാം തന്നെ പോളണ്ടിൽ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കോഴ്സ് ഡ്യൂറേഷനിൽ വരുന്ന വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മൾ PG കോഴ്സസിനാണെങ്കിൽ 2 to 3 years വരും. ബാച്ചിലേഴ്സ് ആണെങ്കിൽ അതും 3 year കോഴ്സാണ്. PhD പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ MBBS ആണെങ്കിൽ നമ്മൾ 5 years അക്കാഡമിക്സ് പ്ലസ് 1 year കമ്പൽസറി ഇന്റേൺഷിപ്പ്, അങ്ങനെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പോളണ്ടിലെ ഒരു 4 ടോപ്പ് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വാഴ്സോ ആണ്. സെക്കൻഡ് പ്ലേസിൽ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്, മൂന്നാമത്തേത് ഗഡാൻസ്ക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, നാലാമത് വരുന്നത് ജെജില്ലോണിയൻ യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും മറ്റ് പല യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും IELTS കമ്പൽസറി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസിനാണെങ്കിൽ IELTS വേണമെന്ന് നിർബന്ധമില്ല. പകരം പിപ്ലെറ്റ് എന്ന് പറഞ്ഞ എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഈ പിപ്ലെറ്റ് എന്ന് പറഞ്ഞ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്ന് നിർബന്ധം പറയുന്ന ഒരു കോളേജാണ് വിസ്റ്റുല യൂണിവേഴ്സിറ്റി. അവിടെ നമ്മൾ ഈ പിപ്ലെറ്റ് എന്ന് പറഞ്ഞ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടത് B2 ഗ്രേഡിലാണ്. B2 ഗ്രേഡ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഈ വിസ്റ്റുല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ വേഗം കിട്ടും. നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പൊതുവെ മറ്റ് യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വേഗം നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതായത് വാഴ്സോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വാഴ്സോ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്കൊരു 1 month പ്ലസ് ഒക്കെ എടുക്കും ചിലപ്പം നമ്മുടെ അഡ്മിഷൻ്റെ സമയം, അഡ്മിഷൻ കിട്ടാനായിട്ട്. അതേസമയം ഇവിടെ അത്രയും സമയം എടുക്കുന്നില്ല. പോളണ്ടിലെ സ്റ്റഡീസ് ചൂസ് ചെയ്യുന്ന കുട്ടികളെയും പേരൻസിനെയും അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്സ്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 സ്കോളർഷിപ്സ് തന്നെ അവിടെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് യുനെസ്കോ ഫെലോഷിപ്പ് സ്കോളർഷിപ്പ്. UG ചെയ്യുന്ന കുട്ടികൾക്കും മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കും ഒരുപോലെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മുടെ അക്കോമഡേഷനും നമ്മുടെ ട്യൂഷൻ ഫീയും ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് പൊലാസ്കി സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് പോളിഷ് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പാണ്. ഇതിനകത്തും നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനും അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ഫീയും കൂടാതെ നമ്മുടെ ട്രാവൽ കാർഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ AGH യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ആ കോളേജുകാർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് പക്ഷേ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്നവർക്കും എഞ്ചിനീയറിംഗ് കോഴ്സസ് ചെയ്യുന്നവർക്കും ഉള്ളൊരു സ്കോളർഷിപ്പാണ്. ഇനി നാലാമത്തേത് ആഡം മാക്കിവിക്സ് സ്കോളർഷിപ്പ്. ആഡം മാക്കിവിക്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഈ സ്കോളർഷിപ്പ് വന്നിട്ട് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ്. ഇനി അഞ്ചാമത്തെ സ്കോളർഷിപ്പ് നവ സ്കോളർഷിപ്പാണ്. നവ സ്കോളർഷിപ്പും ഈ പറഞ്ഞതുപോലെ തന്നെ UG സ്റ്റുഡൻസിനും PG സ്റ്റുഡൻസിനും ഒക്കെ പറ്റും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്യൂഷൻ ഫീ കവർ ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ്ങും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് വാഴ്സോ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ട്യൂഷൻ ഫീയും അക്കോമഡേഷനും നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഈ എമൗണ്ട് വരുന്നത് 2000 to 10,000 euro വരെ അത്രയും വരുന്നുണ്ട് അവരുടെ സ്കോളർഷിപ്പിൻ്റെ ആ ഒരു എമൗണ്ട്.
ഇനി പോളണ്ടിന്റെ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം. അതായത് ഇപ്പോൾ PG ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അവരുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റ്സ്, അതുപോലെ ഡിഗ്രി ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്സ്, പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേണം, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് വേണം, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. ഈ 4 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മൾ കോളേജിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി പോളണ്ടിൽ നമ്മൾ സ്റ്റഡീസിന് പോകുമ്പോൾ നമ്മൾ VFS വഴിയാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമുക്കുള്ള 2 സെൻറ്റേഴ്സ്, ഒന്ന് ചെന്നൈയും ഒന്ന് ബാംഗ്ലൂരുമാണ്. ഇനി VFSന് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ CV വേണം. CVയുടെ കൂട്ടത്തിൽ നമുക്കൊരു കവറിംഗ് ലെറ്റർ കൂടെ വേണം. ഈ കവറിംഗ് ലെറ്ററിനകത്ത് ബ്രീഫായിട്ട്, ഒത്തിരി ലാബറേറ്റ് ആയിട്ട് വേണ്ട, ബ്രീഫായിട്ട് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനത്തിനായിട്ട് നമ്മൾ പോളണ്ടിനെ ചൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് പോളണ്ടിലെ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ CVയിൽ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിനകത്ത് ഇത്തരം കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനിയും അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വേണം. അത് നമുക്ക് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ നമ്മൾ മേടിക്കണം. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ റെസിപ്റ്റ്, അത്രയും എമൗണ്ട് പേ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് അവർ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ നമുക്ക് തരുന്ന ആ റെസിപ്റ്റ്, അതിൻ്റെ കോപ്പി വേണം. പിന്നെ അഫിഡവിറ്റ് വേണം. ഇപ്പം നമ്മുടെ സ്പോൺസർ ആരാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ അച്ഛന് വേണമെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യാം, നമ്മുടെ ബ്രദറിന് സ്പോൺസർ ചെയ്യാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു അസറ്റ് ഇവാലുവേഷൻ, അത് അഫിഡവിറ്റ് മാത്രം മതി. CA വാലുവേഷൻ വേണമെന്ന് നിർബന്ധമില്ല. പോളണ്ടിന് നമുക്ക് അഫിഡവിറ്റ് മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഷോ മണി കാണിക്കണം. ഷോ മണി കാണിക്കുമ്പോൾ നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8 lakhs ഒക്കെ കാണിച്ചാൽ മതിയാവും. അതേസമയം മാസ്റ്റേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 10 lakhന്റെ ഒരു ഷോ മണി നമ്മൾ കാണിക്കണം. അപ്പോൾ ഈ ഷോ മണി കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടും അതിൻ്റെ ലെറ്റർ. അപ്പം ഈ പെർട്ടിക്കുലർ ആളുടെ അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് അവരൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, ആ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഇന്നതാണെന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു ലെറ്ററാണിത്. പോളണ്ടിലെ സ്റ്റഡീസിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.